Hey y'all, this is Meenu once again from Mass Media Productions. എല്ലാ വെള്ളിയാഴ്ചകളിലെയും പോലെ ഞാൻ ഈ വെള്ളിയാഴ്ചയും ഒരു സിനിമ കാണാൻ പോയി. അതായത് നമ്മുടെ ആസിഫ് അലിയുടെ തൃശ്ശിവപേരൂർ ക്ലിപ്തം. ഓക്കെ, ഈ മൂവിയെ പറ്റി ഒരുപാട് പോസിറ്റീവും നെഗറ്റീവ്സും പറയാനുണ്ട്. ആദ്യം നമുക്ക് കാസ്റ്റിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം. ആസിഫ് അലി, അപർണ ബാലമുരളി, പിന്നെ ചെമ്പൻ വിനോദ്, ബാബുരാജ്, അങ്ങനെ ഒരുപാട് പേരുള്ള താരനിര നമ്മുടെ തൃശ്ശിവപേരൂർ ക്ലിപ്തം എന്ന് പറയുന്ന ഈ മൂവിയിൽ നമുക്ക് കാണാൻ തോന്നും. ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കമ്മട്ടിപ്പാടത്തിന് ശേഷമാണ് ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കാസ്റ്റിംഗ്, അതായത് പാസ്റ്റും പ്രസന്റും ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കാസ്റ്റിംഗ് ഈ മൂവിയിലാണ് പിന്നെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നെ ഈ മൂവി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ആമീൻ ചെയ്ത അതേ ടീം തന്നെയാണ് ഈ മൂവി ചെയ്തിരിക്കുന്നത്. ബിക്കോസ് ആ ഒരു സ്ക്രീൻ പ്ലേ, ആ ഒരു സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏകദേശം സെയിം ആയിട്ടുള്ള ടീമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ നരേഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആമീന്റെ ഡയറക്ടർ ലിജോ ജോസ് പല്ലിശ്ശേരിയാണ്. അത്യാവശ്യം വളരെ നല്ല ഒരു എക്സലന്റ് പെർഫോമൻസ് ആണ് എല്ലാ ക്യാരക്ടേഴ്സും ഈ മൂവിയിൽ ചെയ്തിരിക്കുന്നത്. അതിൽ എടുത്തു പറയാനുള്ളത് നമ്മുടെ അപർണ ബാലമുരളി ചെയ്ത ഭാഗ്യ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഇറ്റ് വാസ് ഓസം. എനിക്ക് തോന്നുന്നു നമ്മുടെ ആസിഫ് അലി, അപർണ മുരളി രണ്ട് എക്സ്ട്രീംസിൽ നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണ്. അതായത് അപർണ വളരെ ഒരു ബോൾഡ് ആൻഡ് എന്താ പറയുക, എന്താടാന്ന് ചോദിച്ചാൽ ഏതാടാന്ന് തിരിച്ചു വെക്കുന്ന അത്ര ഒരു കരുത്തുറ്റ കഥാപാത്രമാണ് അപർണയുടെ. ആൻഡ് ആസിഫ് അലി സെയിം ടൈം പറയുകയാണെങ്കിൽ ഒരു ഹ്യൂമറസ്, ഒരു ഗളിബിൾ, അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു പാവം നാണം കുടുങ്ങി പയ്യനായിട്ടാണ്. പിന്നെ ആസിഫ് അലിയെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ നാളുകളത്തെ പാളിച്ചകൾക്ക് ശേഷം പിന്നീട് ഒരുപാട് നല്ല കളക്റ്റീവായിട്ട് നല്ല ചൂസി ആയിട്ടാണ് അദ്ദേഹം ഈ ഇടയായിട്ട് കുറേ ക്യാരക്ടേഴ്സ് എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ബിക്കോസ് ഈ കഴിഞ്ഞ റീസെൻറ്റ് ടൈംസിൽ ഇറങ്ങിയ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, പിന്നെ നമ്മുടെ സൺഡേ ഹോളിഡേ, ഇപ്പോൾ ദാ ഈ മൂവി, ആൻഡ് ഇന്നാൾ ഞാൻ ട്രെയിലർ കണ്ടിരുന്നു, കാറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു അപ്കമിങ് മൂവിയാണ്. ഇതിലൊക്കെ പുള്ളി വളരെ എന്താ പറയുക, എനിക്ക് തോന്നുന്നു സ്പെഷ്യലി കാറ്റിൽ ഒരു വളരെ എന്താ പറയുക നല്ല നമുക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ക്യാരക്ടറുമായിട്ടാണ് ആസിഫ് അലി വരുന്നത്. നമ്മുടെ ഈ മൂവിയുടെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ എല്ലാവരും തൃശ്ശൂർക്കാരാണ്. ഒരു തൃശ്ശൂർ ഓറിയന്റഡ് മൂവിയാണ്. ആൻഡ് ആ തൃശ്ശൂരുകാരുടെ സ്ലാങ് എനിക്ക് തോന്നുന്നു ഏറ്റവും രസമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ചെമ്പൻ വിനോദിന് തന്നെയാണ്. പിന്നെ മൂവിയുടെ പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഡയലോഗ്സ് ഒക്കെ വളരെ രസമാണ്. അതൊക്കെ നമ്മൾ സാധാരണക്കാർ ഇങ്ങനെ കൊളോക്കിലി പറയുന്ന ലാംഗ്വേജ് ആൻഡ് സ്ലാങ് ഒക്കെയാണ് ഈ മൂവിയിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിലെ ഹ്യൂമറൊക്കെ കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അതൊക്കെ എപ്പോഴൊക്കെ നമ്മുടെ ഓഡിയൻസ് ചിരിക്കണമെന്ന് നമ്മുടെ ഡയറക്ടർ ഇൻറ്റൻഡ് ചെയ്തിട്ടുണ്ടോ ആ സമയത്തൊക്കെ നമ്മുടെ ഓഡിയൻസിനെ ചിരിപ്പിക്കാൻ ഈ മൂവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ്സ് കുറച്ച് പറയാനുണ്ട്. അതായത് ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് രതീഷ് കുമാറാണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് മൂവിയാണ് ഈ മൂവി. സോ ആ ഒരു എക്സ്പീരിയൻസ് കുറവിൻ്റെ ചെറിയ ചെറിയ പാളിച്ചകൾ നമുക്ക് തൃശ്ശിവപേരൂർ ക്ലിപ്തം എന്ന് പറയുന്ന ഈ മൂവിയിൽ കാണാനാകും. ആൻഡ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് പറയുകയാണെങ്കിൽ ചെറിയൊരു ത്രെഡാണ്. അതവരിങ്ങനെ വലിച്ചു നീട്ടി ഭയങ്കര ലോങ് ആയിട്ട് പോവുകയാണ്. സോ ഫസ്റ്റ് ഹാഫ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷെ സെക്കൻഡ് ഹാഫിലേക്ക് ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി ലാഗ് അടിക്കുന്ന പോലെ തോന്നും. ഈ മൂവിയുടെ ട്രെയിലർ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഈ മൂവി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ പോയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കാൻ ക്രൗഡൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നു ആ ഒരു ട്രെയിലർ നമുക്ക് തന്ന ആ ഒരു എക്സ്പെക്ടേഷൻ ലെവല് മൂവിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല. ബിക്കോസ് മൂവി കാണുമ്പോൾ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് ഫ്രണ്ട് ബഞ്ച് ബാക്ക് ബഞ്ചിൻ്റെ ഒക്കെ ഒരു മൂവിയാണെന്ന്. പക്ഷേ മൂവിയിൽ കാര്യമായിട്ട് ഇതൊന്നും അല്ല ഹൈലൈറ്റ് ചെയ്യുന്നത്. ആൻഡ് അവർ ഹൈലൈറ്റ് ചെയ്യുന്ന ആ ഒരു ത്രെഡ് സിനിമയുടെ അവസാനം ആകുമ്പോഴത്തേക്ക് അവർ വളരെ സില്ലി ആയിട്ടുള്ള രീതിയിലാക്കി കളയുകയാണ്. ആൻഡ് ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ആയ പോലും ചുമ്മാ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഓവർ റിയാക്ട് ചെയ്യുന്ന കുറേ സിറ്റുവേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജനങ്ങളിലേക്ക് എത്രത്തോളം ഈ മൂവി ഡൈജസ്റ്റബിൾ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് ബിജി പാലാണ്. സാധാരണ പുള്ളിയുടെ ഒരു മൂവി നല്ല നല്ല സോങ്സ് ഒക്കെ ആയിട്ടാണ് ജനങ്ങളിലേക്ക് എത്തുക. അതായത് നമ്മുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ സസ്റ്റെയിൻ ചെയ്യുന്ന ടൈപ്പ് സോങ്സ് ഒക്കെയാണ് സാധാരണ ആസിഫ് അലിയുടെയും ബിജി പാലിൻ്റെയും ഒക്കെ മൂവിയിൽ കാണാറുള്ളത്. പക്ഷേ ഈ മൂവിയിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്മുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന തരത്തിലുള്ള സോങ്സ് ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷേ BGMs ഒക്കെ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ്. യൂട്യൂബ് ലോട്ടസ് എന്ന മൂവിയിൽ സിനിമോട്ടോഗ്രഫി ചെയ്ത സ്വരൂപ് ഫിലിപ്പാണ് ഈ മൂവിയുടെ ക്യാമറ ചെയ്തിരിക്കുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു ഈ മൂവിയിൽ നമ്മുടെ ആമീൻ മൂവിയുടെ സെയിം പാറ്റേൺ ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതായത് ലോങ് സിംഗിൾ ഷോട്ട്സ് ആസ് വെൽ ആസ് സ്റ്റഡി ഷോട്ട്സ്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തൃശ്ശിവപേരൂർ ക്ലിപ്തം എന്ന് പറയുന്ന ഈ മൂവിയിലും ആമീൻ എന്ന് പറയുന്ന മൂവിയുടെ സെയിം ക്യാമറ പാറ്റേൺ ആണ് ഫോളോ ചെയ്തിരിക്കുന്നത്.
അത്യാവശ്യം നെഗറ്റീവ് സൈഡൊക്കെ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന ഒരു മൂവി ആയിരിക്കാം നമ്മുടെ തൃശ്ശിവ പേരൂർ ക്ലിപ്തം. അപ്പോൾ എന്തായാലും ഈ മൂവി നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. ബിക്കോസ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് ഈ മൂവി. ആൻഡ് നമ്മൾ മാസ്ക് മീഡിയ പ്രൊഡക്ഷൻസിൻ്റെ റേറ്റിംഗ് ഇതാണ്. അപ്പോൾ എനിവേ നമ്മളുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റിംഗ് കമൻറ്റ്സിന് ഞാൻ റിപ്ലൈയും തരുന്നതായിരിക്കും. Till then, it's your review girl, Meenu, signing off from Mask Media Productions.